ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഇതാണ് ആർട്ടിഫിഷ്യൽ ഐറ്റംസാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗാന്ധിജിയെ പോലുള്ള ആൾക്കാരെ ബ്രിട്ടീഷുകാരെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലേ അവരൊക്കെ അന്നുണ്ടാക്കി വെച്ച ആ ആർക്കിടെക്ട് ഇന്നത്തെ ഒരു വാക്കും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ ആ രാജാക്കന്മാരുടെയൊക്കെ ആ കാലഘട്ടത്തെ ആൾക്കാരെ കലാസൃഷ്ടി ഭയങ്കരം തന്നെ. ഈ കാണുന്നതൊക്കെ ഓരോ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പല നാട്ടുരാജാക്കന്മാരുടെ സമ്പാദ്യങ്ങളാണ്. അതെല്ലാം മുംബൈയിലെ ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ സൂക്ഷിച്ചു വയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവിടെ വീഡിയോഗ്രാഫിക്ക് സ്പെഷ്യൽ പാസും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ടൈം ഇതൊക്കെ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കലാസൃഷ്ടികളാണ് ഓരോ കലാകാരന്മാരുടെയും അന്നത്തെ പോട്ടറി ആൾക്കാരുടെയൊക്കെ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ജപ്പാൻകാരുടെ ഇതാണ്, ജപ്പാനീസ് സ്റ്റൈൽ അന്നത്തെ കാലത്ത്, അതായത് ക്രിസ്തുവിനുമൊക്കെ വർഷം മുമ്പ് ഉള്ള കലാസൃഷ്ടികളാണ് ഇതൊക്കെ. കണ്ട് ഈ കലാസൃഷ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളതാണ് കേട്ടോ. മുംബൈയിലെ ജഹാംഗീർ ആർട്ട് ഗാലറിയിലാണ് ഇതൊക്കെ. കുറേ വർഷത്തിന് ശേഷം ഞാനിവിടെ വിസിറ്റ് ചെയ്തതാണ്. സമയമില്ലായിരുന്നു. ഇന്ന് പെട്ടെന്നൊരു ഇന്ന് തിങ്കളാഴ്ച വരണമെന്ന് തോന്നി. വന്നപ്പോൾ വിഷുവൊക്കെ അല്ലേ, ഫുഡൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ഒന്ന് എടുത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഫാമിലിയെ കൊണ്ട്. അപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി, കണ്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുന്നത്. ഞാൻ ഒരു മുംബൈയിലായതുകൊണ്ട് 30 വർഷമായി മുംബൈ വന്നിട്ട് ഒരു വന്ന കാലഘട്ടങ്ങളിലൊക്കെ കുറേ കാണാനും ഒക്കെ സാധിച്ചു. പിന്നെ ജോലി തിരക്കായി വല്ലപ്പോഴൊക്കെ വരാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഈ കാണുന്നതല്ല മുംബൈ ജഹാംഗീർ ആർട്ട് ഗാലറിയുടെ 3ാമത്തെ ഫ്ലോറിലെയാണ് കേട്ടോ. അപ്പം മൊത്തം എടുക്കാൻ പറ്റത്തില്ല, ഓരോ വീഡിയോയായിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇവിടെ ഇരുട്ടാണ്. പിന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ നല്ലതാണ്. ഈ കാണുന്നതൊക്കെ അവിടുത്തെ ആർട്ടിസ്റ്റിൻ്റെയാണ് കേട്ടോ. പതുക്കെ കണ്ടോ. ഇത് ഈ കാണുന്ന ശില്പങ്ങൾക്കൊക്കെ ഏകദേശം 1500, 2000, 3000 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇത് ഓരോ വർഷങ്ങളുണ്ട്, ഓരോ വർഷങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അവിടെ. കണ്ടില്ലേ, ഈ താഴത്തെ കാണിക്കുന്ന കേട്ടോ അവിടുത്തെ ജപ്പാൻ്റെയാണ്. പിന്നെ എന്താണ്, ഇത് ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ ഉപയോഗങ്ങളാണ്. പിന്നെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിലെ രാജാവിൻ്റെ നിർമ്മിതിയായത് കേട്ടോ. അതാ അങ്ങോട്ട് ബുദ്ധിസ്റ്റ് ഷൈൻ ഏത് നൂറ്റാണ്ടിലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുംബൈയിൽ വരുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു കാലഘട്ടത്തെ രാജാക്കന്മാരുടെ നിർമ്മിതികൾ തന്നെയാണ് കേട്ടോ. ഒരു മഹാ അത്ഭുതമാണ്. ഞാൻ കുറേ വർഷം എന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഓരോ ശില്പങ്ങളാണ്, ഓരോ കാലഘട്ടത്തെ ഡ്രോയിങ്സ് ഉണ്ട്, ഓരോ കാലത്തെ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ ഒത്തിരി ഉണ്ട്, കാണണമെന്നുണ്ട്, സമയപരിധിയുണ്ട്. അതുപോലെ ഒത്തിരി ഉണ്ട്. ഇത് ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൻ്റെ ഔട്ട് സൈഡാണ്. ഓരോ കാലഘട്ടം നിർമ്മിതികളാണ് കേട്ടോ.